ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു കുമ്പളങ്ങ തീയലാണ്. ഇത് ഒരു തീയലിൽ തന്നെ നമ്മൾ ഉള്ളിത്തീയലൊക്കെ ഉണ്ടാക്കാറുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മൾ ഈ കുമ്പളങ്ങ തീയൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിനായിട്ട് ഞാനിവിടെ ഒരു 300 ഗ്രാമിൻ്റെ ഒരു കുമ്പളങ്ങയാണ് എടുത്തിട്ടുള്ളത്. അത് കഷ്ണങ്ങളാക്കി നുറുക്കിയത്, അതിൽ മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ഉപ്പും അതുപോലെ തന്നെ നമ്മളതിലേക്ക് ഒരു പച്ചമുളക് കീറിയതും കുറച്ച് കറിവേപ്പിലയും ഇട്ടിട്ട് നമ്മളിത് ഒന്ന് വേവിക്കാൻ വെക്കുന്നുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ച് വേവിക്കാൻ വെക്കുകയാണ്. അത് വേവിക്കാൻ വെക്കുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ബാക്കി കാര്യങ്ങൾ നോക്കാം. ഇനി നമുക്ക് ഇത് ഗ്യാസ് കത്തിച്ച് അത് വേവിക്കാനായിട്ട് വെക്കാം. അതേസമയം നമുക്ക് തേങ്ങ വറുക്കുന്നതിനായിട്ട് ഒരു പാനിൽ എണ്ണ ഒഴിച്ച് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് തേങ്ങ, ഞാനിവിടെ ഒരു അരമുറി തികച്ചില്ല, ഏകദേശം അരമുറിയുടെ അടുത്ത് തേങ്ങ വറുക്കാനിട്ടിട്ടുണ്ട്. അരമുറി തേങ്ങ എന്തായാലും നമ്മൾക്ക് അരമുറിയിൽ താഴെ തേങ്ങ വേണ്ടി വരും. അപ്പം നമുക്കിനി ഇതിലേക്ക് 2 ചെറിയുള്ളി, അതുപോലെ തന്നെ 4 വെളുത്തുള്ളി എല്ലാം കൂടെ ഇട്ടിട്ട് ഇതിനോടൊപ്പം തന്നെ വറുക്കണം. കുമ്പളങ്ങ തിളച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അതുപോലെ തന്നെ 2 വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ഇതിൽ ചേർത്ത് നല്ല രീതിയിൽ ചെറിയ തീയിൽ വെച്ചിട്ട് വറുത്തെടുക്കുക. വല്ലാതെ മൂത്ത് പോകരുത്, ചെറിയ തീയിൽ വറുത്തെടുക്കുക. നമ്മൾ കുറച്ച് മുളക് പൊടി ചേർത്തത് കാരണമാണ് ഞാൻ 2 വറ്റൽമുളക് ഇതിലേക്ക് ചേർത്തത്. അപ്പം നമ്മളിത് ഒരുവിധം നന്നായി വറുത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മളിനി മല്ലിപ്പൊടി ചേർക്കണം. ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്താൽ മതി, അത് മതി. നമുക്ക് അധികം മല്ലിപ്പൊടി അതിലേക്ക് ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ഞാൻ ചേർത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് നല്ലപോലെ ഇളക്കി വറുത്തെടുത്ത് വെക്കുക. എന്നിട്ട് നമ്മളിതൊന്ന് തണുക്കാൻ വെക്കണം. തണുക്കാൻ വെച്ച് തണുത്തതിന് ശേഷം നമുക്കത് അരച്ചെടുക്കാൻ പറ്റുള്ളൂ. ഇതേ സമയം നമ്മുടെ തീയലിനുള്ള കുമ്പളങ്ങയും അപ്പുറത്തെ അടുപ്പത്ത് വെന്തുകൊണ്ടിരിക്കുകയാണ്. അതും ഒരുവിധം വേവായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ തേങ്ങ വറുത്തത് നമുക്ക് താഴേക്ക് ഇറക്കി വയ്ക്കാം. അതൊന്ന് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഇത് നല്ലതുപോലെ അരച്ചെടുക്കണം. നല്ല രീതിയിൽ എന്ന് പറഞ്ഞാൽ നല്ല അരവായിട്ട് മാക്സിമം നമ്മൾ അരച്ചെടുക്കുക, നല്ല രീതിയിൽ തന്നെ. അത് അരച്ച് ഒരു സൈഡിൽ വെക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചീനിച്ചട്ടി വയ്ക്കണം. ഇനി കാച്ചുന്നതിനുള്ള പരിപാടിയാണ്. അതിലേക്ക് എണ്ണ ഒഴിച്ച് നമ്മൾ കടുക്, വറ്റൽമുളക്, അതിൻ്റെ കൂടെ കുറച്ച് ഉലുവയും കൂടെ ചേർക്കണം. ഉലുവയും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമ്മൾ കടുക് പൊട്ടിക്കുകയാണ്. പിന്നെ ഇതിൽ നമ്മൾ തീയലിന് ചേർക്കേണ്ടതായ ഒരു സാധനം പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ സാമ്പാറിന് പിഴിയുന്നത്ര പുളിയാണ് നമ്മൾ ഇതിലേക്ക് ഒഴിക്കുന്നത്. അപ്പോൾ ഈ കടുക് പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് പുളി കൂടെ ചേർക്കണം. പുളി ചേർത്ത് നല്ലപോലെ ഒന്ന് തിളയ്ക്കണം. തിളച്ചതിന് ശേഷമാണ് നമ്മളിതിലേക്ക് നല്ലപോലെ ഒന്ന് തിളച്ച് വന്നതിന് ശേഷം മാത്രം അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച അരപ്പൊഴിച്ച് അതും നല്ല രീതിയിൽ കുറച്ചും കൂടെ ആവശ്യത്തിന് അരപ്പിൻ്റെ കൂടെ കുറച്ചും കൂടെ വെള്ളം ചേർക്കണം. നമ്മുടെ കുമ്പളങ്ങയിലെ വെള്ളമൊക്കെ ഒരുവിധം വറ്റി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക, എന്നാലേ ഇത്തിരി ലൂസായിട്ടിരിക്കുള്ളൂ. അപ്പം നമുക്ക് കറി ഒഴിച്ച് കൂട്ടണം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ലൂസായിട്ടിരിക്കും. അങ്ങനെ നമ്മൾ അതിലേക്ക് കുറച്ചും കൂടെ വെള്ളം ചേർത്തു. അത് കഴിഞ്ഞിട്ട് നമുക്കത് നല്ലപോലെ തിളയ്ക്കാനായിട്ട് വെക്കാം. നല്ലപോലെ തിളച്ചതിന് ശേഷം നമുക്ക് കറി നല്ലപോലെ വറ്റി വരുമ്പോൾ നമുക്ക് അതിലേക്ക് കുമ്പളങ്ങ ചേർക്കാം. നമ്മൾ വേവിച്ച് വെച്ച കുമ്പളങ്ങയും പച്ചമുളകും എല്ലാം ചേർത്ത് വെച്ച കുമ്പളങ്ങ വറ്റി വന്നത് അതിലേക്ക് ചേർത്തിട്ട് അതും കൂടെ ഒന്ന് ഇളക്കി നല്ലപോലെ ഒന്ന് തിളച്ചതിന് ശേഷം നല്ലപോലെ ഒന്ന് തിളയ്ക്കണം. കൂടുതൽ തിളയ്ക്കുമ്പോഴാണ് തീയലിന് ആ ടേസ്റ്റ് വരുന്നത് ശരിക്കും. അപ്പോൾ നമ്മൾ നല്ലപോലെ തിളച്ചതിന് ശേഷം നമുക്ക് വാങ്ങി കറിക്ക് എടുക്കാം. ഇതാണ് ഇപ്പം നമ്മുടെ കുമ്പളങ്ങ തീയൽ റെഡി ആയിട്ടുണ്ട്. നമുക്ക്